Chapter 3 Eigenvalues and Eigenvectors. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Let A be an n-cross n matrix. Let A be an n-cross n matrix, then the non-zero vector x in Rn is called an eigenvector of A. എപ്പോഴാണ് പറയുക? Ax equal to lambda x ആയിരിക്കണം, x not equal to 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ലാംഡേനെ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂ. എക്സിനെ വിളിക്കുന്ന പേരാണ് ദ ഐഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ. ഇനി ഐഗൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം എങ്ങനെ? നമ്മൾ ഐഗൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇഫ് എ ഈസ് ആൻ എൻ ക്രോസ് എൻ മെട്രിക്സ് ദെൻ ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ if and only if A satisfies the equation determinant of lambda I minus A equal to 0. ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്കൊരു പോളിനോമിയൽ കിട്ടും ഇൻ ലാംഡ. ഈ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻസ് ആണ് എക്സാക്ട്ലി ആര്? നമ്മുടെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. ഇനി എങ്ങനെയാണ് പോളിനോമിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും ഡയഗണൽ മെട്രിക്സിൻ്റെയും എല്ലാം ഐഗൻ വാല്യൂസ് ഡയഗണൽ എൻട്രീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, പ്രൂവ് ചെയ്തു. ഇവിടെ പറഞ്ഞത് ലാംഡ ഒരു നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ് എ ആണെങ്കിൽ ലാംഡ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ ഇൻവേഴ്സ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇവിടെ എന്താ പറഞ്ഞത്? ഇഫ് എ ഈസ് ആൻ എൻ ക്രോസ് എൻ മെട്രിക്സ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞു. എന്താ? ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ആണെങ്കിൽ then lambda is a solution of the characteristic equation determinant of lambda I minus a equal to 0, and the system of equations lambda I minus a into x equal to 0 has non-trivial solution. There is a non-zero vector x such that ax equal to lambda x. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ആൻ ഐഗൻ സ്പേസ് അല്ലേ? എന്തായിരുന്നു ഐഗൻ സ്പേസ് പറഞ്ഞേ? ദ എ ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കളക്ഷൻ്റെ സൊല്യൂഷൻസ്, എക്സുകളുടെ സൊല്യൂഷൻസുകളുടെ സ്പേസിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്? ഐഗൻ സ്പേസ്. ഓർ ദ നൾ സ്പേസ് ഓഫ് ദ മെട്രിക്സ് ലാംഡ ഐ മൈനസ് എ, ഓർ ദ കേർണൽ ഓഫ് ദ മെട്രിക്സ് ടി ലാംഡ ഐ മൈനസ് എ ആർ എൻ ടു ആർ എൻ, ഓർ ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് വിച്ച് സാറ്റിസ്ഫൈസ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. ഇതിലും എങ്ങനെയാണ് ബേസിസ് കണ്ടുപിടിക്കണേ, പ്രോബ്ലങ്ങൾ ചെയ്യണേ എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ എക്സാമ്പിൾസിൽ ഓൾറെഡി പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജനറൽ സെറ്റപ്പിൽ എപ്പോഴാണ് ഒരു ഐഗൻ വാല്യൂ പറയാന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത്. ടി എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഫ്രോം ഓൺ എ വെക്ടർ സ്പേസ് വി, ദെൻ ദ നോൺ സീറോ വെക്ടർ എക്സ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ടി എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണെങ്കിൽ ദ ഐഗൻ വെക്ടർ ഓഫ് ടി കറസ്പോണ്ടിങ് ടു ലാംഡ. എൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറയാൻ വന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ഡയഗണലൈസേഷൻ. ഡയഗണലൈസേഷൻ പറയണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്തായിരുന്നു? വാട്ട് ഈസ് എ സിമിലിയർ മെട്രിക്സ് അല്ലേ? ഇഫ് എ ആൻഡ് ബി ആർ സിമിലിയർ മെട്രിക്സ്, ഇഫ് എപ്പോൾ നമ്മൾ പറയുക? ഇഫ് ദർ എക്സിസ്റ്റ് എ ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ എയും ബിയും സിമിലിയർ മെട്രിക്സ് ആണ് നമ്മൾ പറയും. ഇനി എ സിമിലിയർ ടു ബി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി സിമിലിയർ ടു എ ആയിരിക്കും. ഇനി സിമിലിയാരിറ്റി എന്താണെന്ന് അപ്പോൾ പറഞ്ഞു. ഇനി എ എന്ന് പറഞ്ഞ മെട്രിക്സ് മാപ്പ് ടു പി ഇൻവേഴ്സ് എ പിയിലോട്ട് മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് സിമിലിയാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. ഇനി സിമിലിയാരിറ്റി ട്രാൻസ്ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഡിറ്റർമിനൻ്റ് സെയിം ആയിരിക്കും, ഇൻവേർട്ടിബിലിറ്റിക്ക് മാറ്റമുണ്ടാവില്ല, റാങ്കിന് മാറ്റമുണ്ടാവില്ല, നള്ളിറ്റിക്ക്, ട്രേസിന്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ഐഗൻ വാല്യൂസ്, ഐഗൻ സ്പേസ് ഡയമെൻഷൻ എല്ലാം എന്തിന് സെയിം ആയിരിക്കും?
എക്കും എനോട് സിമിലർ ആയിട്ടുള്ള പി ഇൻവേഴ്സ് എ പിക്കും സെയിം ആയിരിക്കും. ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. എന്തായിരുന്നു ഡയഗണലൈസേഷൻ ഡിഫൈൻ ചെയ്തത്? ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് എ സെറ്റ് ബി ഡയഗണൈസബിൾ. ഡയഗണൈസബിൾ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആ തന്നിരിക്കുന്ന മെട്രിക്സ് മസ്റ്റ് ബി സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ്. പി ഇൻവേഴ്സ് എ പി ഈസ് ഡയഗണൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയഗണൈസബിൾ മെട്രിക്സ് എന്ന് പറയും. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഏത് സമയത്താണ് മെട്രിക്സ് ഡയഗണൈസബിൾ ആകുക എന്നുള്ള പ്രൂഫാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇഫ് എ ഈസ് ആൻ എൻക്രോസൻ മെട്രിക്സ് then the following statements are equivalent. ഒന്നെന്ന് പറയുന്നത് എ ഈസ് ഡയഗണൈസബിൾ. രണ്ടെന്ന് പറയുന്നത് എ ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം പറയണം വാട്ട് ഡു യു മീൻ ബൈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലെറ്റ് A1 A2 AN എന്ന് പറയുന്നത് ലെറ്റ് A1 A2 AN എന്ന് പറയുന്ന വെക്ടേഴ്സ് എടുക്കുക. A1 A2 A3 എടുത്തിട്ടുണ്ട്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ നമ്മളോട് സ്കാലാർ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. C1 A1 പ്ലസ് C2 A2 പ്ലസ് C3 A3 ഈക്വൽ ടു 0 എടുക്കുന്നു. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ കോമ്പിനേഷൻ 0 ആവണമെങ്കിൽ നിർബന്ധമായിട്ടും C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇതെന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുക. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടേഴ്സാണ് ആര്? A1 A2 A3 എന്ന് പറയുക. എപ്പോഴാണ് A1 A2 A3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക? അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാലേഴ്സ് ഈക്വൽ ടു 0 വരണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ E1 ഈക്വൽ ടു 1 0 എടുത്തു, E2 ഈക്വൽ ടു 0,1 എടുത്തു. അങ്ങനെയാണെങ്കിൽ C1 ഇൻറ്റു 1,0 പ്ലസ് C2 ഇൻറ്റു 0,1 എടുത്തു ഈക്വൽ ടു 0 ഈക്വേറ്റ് ചെയ്യണം. ഇനി അപ്പോൾ എന്താ വരിക? C1,0 പ്ലസ് 0,C2 അല്ലേ? ദാറ്റ് ഈസ് C1, C2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്പോഴാണ് വരിക? C1 ഈക്വൽ ടു 0 ആവണം. ഇത് ഈ 0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 0 എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ഇരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് C1ഉം 0 ആവണം, C2ഉം 0 ആവണം. ഓക്കെ, അതായത് E1ഉം E2വിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ 0 ആവണമെങ്കിൽ സെപ്പറേറ്റ് ആ സ്കാലേഴ്സ് C1ഉം C2ഉം 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈ സെറ്റ് E1, E2 എന്ന് പറയണത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ അർത്ഥം നോക്കുക. ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം വാക്ക് തന്നെയുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിരിക്കണു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലീനിയർ കോമ്പിനേഷൻ 0 ആവണമെങ്കിൽ സ്കാലേഴ്സ് 0 ആവണം നിർബന്ധം ഇല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ് 1,2 എടുക്കുക, 2,4 എന്ന് പറഞ്ഞ വെക്ടർ എടുക്കുക. നമുക്ക് എന്താ എഴുതാം? 2 ഇൻറ്റു 1,2 മൈനസ് 1 ഇൻറ്റു 2,4 എടുത്ത് എന്ത് വരും? 0 വരും അല്ലേ? C1 എന്തായിട്ട് എടുത്തിട്ടുണ്ട്? C1 ഈക്വൽ ടു 2 എടുത്തിട്ടുണ്ട്. C1 ഈക്വൽ ടു 2 എടുത്തിട്ടുണ്ട്. C2 ഈക്വൽ ടു 1 എടുത്തിട്ടുണ്ട് അല്ലേ? C2 ഈക്വൽ -1 എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ ഈ രണ്ട് വെക്ടേഴ്സ് ചെയ്ത് 1,2ൻ്റെയും 2,4ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 വരും. ദാറ്റ് മീൻസ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വെക്ടേഴ്സിനെ എന്ത് വിളിക്കും? ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എന്ന് വെച്ചാൽ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോയിഫിഷ്യൻസ് എന്ത് വരണം? നോൺ 0 ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇനി നോക്കുക, എ എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സിന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എ ഇംപ്ലൈസ് ബി ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് അസംഷൻ? എ ഡയഗണൈസബിൾ ആണെന്ന് എടുത്തിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് ദ എൻക്രോസൻ മെട്രിക്സ് എ ഈസ് ഡയഗണൈസബിൾ. ഡയഗണൈസബിൾ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദെൻ ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് എ ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി ആൻഡ് എ ഡയഗണൽ മെട്രിക്സ് ഡി സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. ഇക്വാലൻ്റ്ലി പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ആണെങ്കിൽ രണ്ട് സൈഡും പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറും? ദിസ് ഈസ് എ പി ഈക്വൽ ടു പി ഡി ആയിട്ട് മാറി. ഓക്കെ, നൗ ഡിനോട്ട് ദ കോളം വെക്ടേഴ്സ് ഓഫ് പി ബൈ P1, P2, P3 എക്സെട്ര Pn അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
എ ഇൻറ്റു പി എന്താണെന്ന് നോക്കുക. എ ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു P1, P2, P3, എക്സെട്ര Pn ഈക്വൽ ടു മെട്രിക്സ് AP1, AP2, APn. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. P1 കോളം, P2 കോളം, എക്സെട്ര Pn കോളം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ റിസൾട്ടും കിട്ടുക എന്ന് പറയുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും എ പി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലെ ഫസ്റ്റ് കോളം. സിമിലർലി AP2, എക്സെട്ര APn. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. കൺസിഡർ ദ മെട്രിക്സ്. ഇതാണ് നമ്മുടെ എ മെട്രിക്സ് എടുത്തിട്ടുള്ളത്. എ മെട്രിക്സ് ആരാ? 1, 2, 3, 4. പി മെട്രിക്സ് എടുത്തിട്ടുള്ള ആരാ? 1, 1, 2, 3 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1, 2 ആണ് എൻ്റെ ആര്? P1. ഇതാണ് എൻ്റെ P1, ഇതാണ് എൻ്റെ P2. ഓക്കെ, ഇതെന്താ മൾട്ടിപ്ലൈ ചെയ്താൽ വരിക നോക്കാം. നമുക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടേണ്ടത്? AP1, A2 വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക? ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1, 2 ഇൻറ്റു ഈ 1, 2 എന്താ വരിക? ഇപ്പോൾ 1 + 5i അല്ലേ. അടുത്തത് 1, 2 ഇൻറ്റു ആരാ വരിക? 1, 3 അല്ലേ. അപ്പോൾ എന്താ വരിക? 1 + 6 അപ്പോൾ എന്തായി മാറും? അത് 7 മാറും അല്ലേ. 7. ഇനി അടുത്ത് എന്താ? 3, 4 ഇൻറ്റു 1, 2 അപ്പോൾ എന്താ വരിക? 3 + 8 11. അടുത്തെന്താ വരിക? 3, 4 ഇൻറ്റു 1, 3 അപ്പോൾ 3 + 12 15 ആണ് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നോക്കുക, ഈ 5, 11 എന്താണെന്ന് നോക്കുക. 5, 11 എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാ? 5, 11 എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് 1, 2, 3, 4 ഇൻറ്റു ദ കോളം 1, 2 അല്ലേ. നോക്കുക എന്താ വരിക? 1, 2 ഇൻറ്റു 1, 2 എന്ത് വരും? 5. അടുത്ത ടൈം എന്താ? 3, 4 ഇൻറ്റു 1, 2 എന്ന് പറഞ്ഞാൽ 11 അല്ലേ. ദാറ്റ് ഈസ് ഈ 5, 11 എന്ന് പറയുന്നത് AP1 ആണ് അല്ലേ. ഇനി 7, 15 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 3, 4 ഇൻറ്റു 1, 3 എന്താ വരിക? അപ്പോൾ 3 പ്ലസ് ഫസ്റ്റത്തെ ആളെന്ന് പറയുന്നത് 1, 2 ഇൻറ്റു 1, 3 അപ്പോൾ എന്ത് വരും? 7 വരും. 3, 4 ഇൻറ്റു 1, 3 അപ്പോൾ എന്ത് വരും? 15 വരും. ദാറ്റ് മീൻസ് ഇയാളെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ AP2 ആണ് അല്ലേ. സോ ഇത് പ്രകാരമാണ് നമ്മളിവിടെ പറയണത്. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇത് ഈക്വൽ ടു AP ഈക്വൽ ടു AP1, AP2, APn ഈക്വൽ ടു ദ മെട്രിക്സ് AP1, AP2, എക്സെട്ര APn. ഓക്കെ, നൗ ലെറ്റ് us denote the diagonal entries of D by എങ്ങനെ ഡിനോട്ട് ചെയ്യണേ? λ1, λ2, എക്സെട്ര λn. Now we know that multiplying a matrix P on the right by diagonal matrix D multiply successive columns of P by successive diagonal entries of D. അതെന്താ പറഞ്ഞിരിക്കണേ നോക്കുക. നമ്മളൊരു ഡയഗണൽ മെട്രിക്സ് കൊണ്ടും ഒരു മെട്രിക്സ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ പി എടുക്കണം, ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഇൻറ്റു ഒരു ഡയഗണൽ മെട്രിക്സ് മൾട്ടിപ്ലൈ. ഇതാണ് നമ്മുടെ ഡയഗണൽ മെട്രിക്സ് അല്ലേ. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് നോൺ സീറോ ആയിട്ട് വരിക. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താ വരിക എന്ന് ശ്രദ്ധിക്കുക. എന്താ വരിക? 1, 2 ഇൻറ്റു 1, 0 എന്ത് വരും? 1 അല്ലേ. അടുത്തത് 1, 2 ഇൻറ്റു 0, 2 1, 2 ഇൻറ്റു 0, 2 എന്താ വരിക? 4 അല്ലേ. അടുത്തെന്താ? 3, 4 ഇൻറ്റു 1, 0 എന്ത് വരും? 3. അടുത്തത് വരും 3, 4 ഇൻറ്റു 0, 2 ദാറ്റ് ഈസ് 8. അപ്പോൾ എന്താ ഈ കിട്ടിയിട്ടുള്ള മെട്രിക്സിൻ്റെ പ്രത്യേകത നോക്കുക. എന്താ കിട്ടിയിട്ടുള്ള മെട്രിക്സ്? 1, 3, 4, 8 അല്ലേ. ഈ 1, 3 എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാന്ന് നോക്കുക. ഈ 1, 3യെ 1 കൊണ്ട് ഗുണിച്ചിട്ടുള്ളതാണ് അല്ലേ. അടുത്ത 4, 8 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ 2, 4നെ ഈ 2 കൊണ്ട് ഗുണിച്ചിട്ടുള്ളതാണ് അല്ലേ. സോ ദിസ് ഈസ് ആരാത്? ഇതെന്ന് പറയുന്നത് λ1 P1 ആണ്. ഇവിടുത്തെ ആളെ P1 എന്നും P2 എന്നും വിളിക്കുകയാണ്. ഈ ആളെ λ1 എന്നും ഈ ആളെ λ2 എന്നും വിളിക്കുകയാണെങ്കിൽ ഈ 1, 3 എന്ന് പറയുന്നത് എക്സാക്ട്ലി λ1 P1 ആണ്. ഈ 4, 8 എന്ന് പറയുന്നത് എക്സാക്ട്ലി λ2 P2 ആണ്. സോ ഈ രീതിയിലാണ് മൾട്ടിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുക ഒരു ഡയഗണൽ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ ഡയഗണൽ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ നോൺ സീറോ എൻട്രി അല്ലെങ്കിൽ ഏതാണോ ഫസ്റ്റ് എൻട്രി ഇൻറ്റു മെട്രിക്സ്, തൊട്ടപ്പുറത്തേലെ ഫസ്റ്റ് കോളം അല്ലേ. അതുപോലെ അടുത്തതിലെ സെക്കൻഡ് എലമെൻറ്റിൻ്റെ λ2 ഇൻറ്റു അപ്പുറത്തുള്ള സെക്കൻഡ് കോളം. ആ രീതിയിലാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. സോ ഹിയർ നമുക്ക് എന്ത് പറയാൻ പറ്റും?
നമുക്കെന്ത് പറയാം, ഇങ്ങനെ മെട്രിക്സ് ലാംഡ 1 ലാംഡ 2 ലാംഡ n ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പി ഡി ഈക്വൽ ടു എന്ത് വരും, ലാംഡ 1 P1 ലാംഡ 2 P2 എക്സെട്ര ലാംഡ n Pn ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, AP1 AP2 എക്സെട്ര APn ഈക്വൽ ടു ലാംഡ 1 P1 ലാംഡ 2 P2 എക്സെട്ര ലാംഡ n Pn. അപ്പോൾ എന്ത് വരും, AP1 ഈക്വൽ ടു ലാംഡ 1 P1 ലാംഡ 2 AP2 ഈക്വൽ ടു ലാംഡ 2 P2 എക്സെട്ര APn ഈക്വൽ ടു ലാംഡ n Pn അല്ലേ. സോ പി എന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. കാരണം കോളം വെക്ടേഴ്സ് ഓഫ് P1 P2 Pn ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ നമുക്ക് ഇതുകൂടി നമ്മൾ പറയുന്നു, ഒരു കാര്യം കൂടി മനസ്സിലുണ്ടായിരിക്കുക, ഒരു മെട്രിക്സിൻ്റെ കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. എന്താ പറഞ്ഞത്, ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ആ മെട്രിക്സിൻ്റെ കോളംസ് P1 P2 ഒരു 3x3 മെട്രിക്സ് P1 P2 P3 ആണെങ്കിൽ ഈ സെറ്റ് P1 P2 P3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, തിരിച്ചും അങ്ങനെ തന്നെയാണ്. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലുണ്ടാവുക, ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ കോളംസും അതുപോലെ തന്നെ റോസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. മാത്രമല്ല തിരിച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കോളംസ് അല്ലെങ്കിൽ റോസ് എങ്കിൽ മെട്രിക്സ് എന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയാൻ പറ്റും, P is invertible. The column vectors of P1, P2, etc. Pn are linearly independent. And linearly independent ആയതുകൊണ്ട് സീറോ വെക്ടർ എന്തായാലും എന്തായിരിക്കും അതിനകത്ത് വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സീറോ വെക്ടർ എപ്പോഴും എന്തായിരിക്കും, ഒരു ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയ ആളായിരിക്കും. ഓക്കെ, കാരണം അതിനെ ഏത് സ്കാലാർ കൊണ്ട് ഗുണിച്ചാലും ഈക്വൽ ടു 0 ആക്കി മാറ്റാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ആൽഫ 1 ഇൻറ്റു 0 ഡസ് നോട്ട് ഇംപ്ലൈ ആൽഫ 1 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ സീറോ വെക്ടർ എപ്പോഴും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഈ P1 P2 എക്സെട്ര Pn ഒരിക്കലും സീറോ വെക്ടർ വരില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഇക്വേഷൻസ് പ്രകാരം ആരാ, AP1 ഈക്വൽ ടു ലാംഡ 1 P1 P2 ഈക്വൽ ടു ലാംഡ 2 P2 APn ഈക്വൽ ടു ലാംഡ n Pn നിന്നും എന്ത് പറയാം, പി ഐസ് നോൺ സീറോ ആയതുകൊണ്ട് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n ഐഗൻ വാല്യൂസ് ആയിരിക്കും അല്ലേ. P1 P2 എക്സെട്ര Pn ആ ഐഗൻ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. മറ്റെല്ലാവരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്താ പറയുക, കോൺവേഴ്സ് പാർട്ടാണ് നമുക്കിനി കാണിക്കേണ്ടത്. സപ്പോസ് ദാറ്റ് അസ്യൂം ദാറ്റ് ബി ഇംപ്ലൈസ് എ. എന്താ അപ്പോൾ വരിക, ബി അസ്യൂം ചെയ്യണം. എന്താണ് ബിയിലുണ്ടായിരുന്നത്, ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്നത് ലീനിയർലി assume that A has n linearly independent eigenvectors. ഓക്കെ, നമുക്ക് ആ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിനെ നമ്മൾ P1 P2 എക്സെട്ര Pn be the n linearly independent eigenvectors and lambda 1 lambda 2 എക്സെട്ര lambda n to be the corresponding eigenvalues എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും, AP1 ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഓഫ് eigenvalues AP1 ഈക്വൽ ടു ലാംഡ 1 P1 AP2 ഈക്വൽ ടു ലാംഡ 2 P2 എക്സെട്ര APn ഈക്വൽ ടു ലാംഡ n Pn. ഇനി നമ്മൾ എന്തെടുക്കും കൺസിഡർ ചെയ്യണു, ലെറ്റ് പി ബി ദി നോൺ സീറോ എൻക്രോസ് ആൻഡ് മെട്രിക്സ് ആറ്റ് ഹൂസ് കോളംസ് ആർ P1 P2 എക്സെട്ര Pn. എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ത്, AP1 ഈക്വൽ ടു ലാംഡ 1 P1 ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ലാംഡ 1 ഒരു ഐഗൻ വാല്യൂ ആണ്, P1 എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ആണെങ്കിൽ പി എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു 2x2 ആണ് കേസ് എങ്കിൽ P1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള P1 ആയിരിക്കും ഈ പിയുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഐഗൻ വാല്യൂ ആയ ലാംഡ 2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ശ്രദ്ധിക്കുക, ഐഗൻ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ്
കോളംസ് ആയിട്ട് എടുത്തിട്ടാണ് ആരെ ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മൾ പിനെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, പി കൺസ്ട്രക്റ്റഡ് പി ഇൻ ദ ഫോം ഓഫ് എങ്ങനെ എടുത്തിട്ടുള്ള പിനെ പി ഈക്വൽ ടു P1 P2 എക്സെട്ര Pn. സിൻസ് P1 P2 Pn ആർ കോളം വെക്ടേഴ്സ് ഓഫ് പി ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവർ എ എന്ന് തന്നിരിക്കണം പി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ലെറ്റ് ഡി ബി ദ ഡയഗണൽ മെട്രിക്സ് λ1 λ2 λn ആസ് ഡയഗണൽ എൻട്രീസ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, എ പി ഈക്വൽ ടു എന്താ എ ഇൻറ്റു P1 P2 എക്സെട്ര Pn. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. എന്താ വരിക അപ്പോൾ AP1 AP2 എക്സെട്ര APn വിച്ച് ഈസ് ഈക്വൽ ടു ആരാ, AP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ1 P1 ആണ്, AP2 എന്ന് പറഞ്ഞാൽ λ2 P2 ആണ് എക്സെട്ര, APn എന്ന് പറഞ്ഞാൽ λn Pn ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ആരാ, PD ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡയഗണൽ മെട്രിക്സ് PD മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്ത് കിട്ടി, AP ഈക്വൽ ടു PD കിട്ടി അല്ലേ. ദാറ്റ് ഈസ് AP ഈക്വൽ ടു PD ഇംപ്ലൈസ് P ഇൻവേഴ്സ് AP ഈക്വൽ ടു P ഇൻവേഴ്സ് PD ഈക്വൽ ടു D എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റി, P ഇൻവേഴ്സ് AP ഈക്വൽ ടു D. ദാറ്റ് ഈസ് മെട്രിക്സ് ഈസ് ഡയഗണൈസബിൾ. ഓക്കെ, കുറച്ച് ലെങ്തി പ്രൂഫാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. ഓക്കെ.